നിനക്ക് എന്തിനു വേണോടി ഓമനെ? തങ്കണ്ണ, എനിക്ക് ചായയും മുട്ട പപ്സും മതി. ഓ, നിനക്കത് വാങ്ങിച്ചു തരാം. തങ്കണ്ണന് വേണ്ടേ? ഞാനും അത് തന്നെ തിന്നാം. ഇവിടെ ആരെയും കണ്ടില്ലല്ലോ. ഹലോ, ഇവിടെ ആരും ഇല്ലേ? ഉണ്ട്. എന്തിനാ വന്നേ? എന്തിനാ വന്നേന്നാ? സിനിമ കാണാൻ. തങ്കണ്ണ, നമ്മള് സിനിമ കാണാനല്ലല്ലോ വന്നേ. ഓ, ഈ പെണ്ണ്, നീ മിണ്ടാതിരി. നിങ്ങൾ സിനിമ കാണാൻ വന്നതാണെങ്കിലേ അപ്പുറത്ത് തിയേറ്റർ ഉണ്ട്, അങ്ങോട്ട് പോയി. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നമ്മളോട് ഇറങ്ങി പോവാൻ പറയാൻ നീ ആരടേ? ഞാൻ ആരെന്നാ? ഇത് എന്റെ കട. ഇവിടെ ആര് നിൽക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. തങ്കണ്ണ, നിങ്ങൾ എന്തിനാ അടി ഉണ്ടാക്കണം? നമ്മൾ അതിനല്ലല്ലോ വന്നേ. ഓ, നമ്മൾ അതിനല്ല വന്നേ. നിങ്ങളൊരു പൊടിക്ക് അടങ്ങി. ഇവ എന്നെ കാട്ടിയും വലിയ കില്ലാടിയാണെന്ന് തോന്നണു. കുറെ നേരം ആയല്ലോ നിക്കണേ. എന്തിനാ വന്നേന്ന്? എടാ, ഇതെന്തോന്ന് കട? ചായക്കട തന്നെ. ചായക്കടയിൽ എന്തിനാ വന്നേ? ചായ കുടിക്കാൻ. ഇത് ചായക്കടയല്ല, ടീ ഷോപ്പാണ്. ഇവ ഇതെന്താന്ന്? ടീ ഷോപ്പിൽ എന്ത് സാരിയാ വിൽക്കണേ? ചായ അല്ലേ? നിങ്ങൾക്ക് ചായ വേണമെങ്കിൽ മര്യാദയ്ക്ക് ചോദിക്കണം. എടേ, നിന്നോട് മര്യാദക്കല്ലേ ഞാൻ ചോദിച്ചേ? നീ അല്ലേ നമ്മളോട് എന്തിനു വന്നെന്ന് ചോദിച്ചേ? എന്തിനു വന്നേന്ന് ചോദിച്ചത് ഉദ്ദേശിച്ചത് എന്തോന്ന് കഴിക്കാൻ വന്നേന്നാണ് ചോദിച്ചത്. ഇവ ഇതൊരു മാതിരി ചായ കുടിക്കാൻ വന്നേ. എന്നാ ഇരിക്കും, ചായ തരാം. എന്നാ മുട്ട പപ്സ്? ഓടിയോമേ, അതും ചോദിക്കാം. ഒരു മുട്ട. അതിനു മുമ്പ് പോയാ നീ എരിയോമനെ? ചായ റെഡി ആയിട്ടുണ്ട്. എന്നാ 2 മുട്ട പപ്സ് കൂടെ എടുക്കി. അയ്യോ, ഇവിടെ മുട്ട പപ്സ് ഇല്ലല്ലോ. ഇല്ലേ? നീ ആദ്യേ പറയാത്തത്? അതിന് നീ ചോദിച്ചില്ലല്ലോ. ചോദിച്ചാലേ പറയൂ. ഇയാളിത് എവിടെ നിന്ന് വരുന്നടേ? മുട്ട പപ്സ്. നീ ഇരിയോമനെ, നിനക്ക് ഞാൻ മുട്ട പപ്സ് വാങ്ങി തരും. നീ വിഷമിക്കാതെ. ഹലോ, ഇവിടെ മുട്ട പപ്സ് ഇല്ല. പുറത്ത് വെണ്ടയ്ക്കാശ്രത്തിൽ എഴുതി വെച്ചിരിക്കണല്ല മുട്ട പപ്സ് ഉണ്ടെന്ന്. തീന്ന് പോയെന്ന്. തീന്നെങ്കിൽ പോയി ഉണ്ടായിക്കൊണ്ട് വരി. അതൊന്നും ഇനി പറ്റില്ല. നീ എന്തോന്നടേ? കസ്റ്റമറിനോട് ഇത്തിരി ബഹുമാനമൊക്കെ വേണ്ടേ? ഇങ്ങോട്ട് ബഹുമാനം കിട്ടിയാൽ അങ്ങോട്ടും ബഹുമാനം കൊടുക്കും. ഓ, ഇവളെ ഒരു കാര്യം. നിന്നടെ ഓമനെ, നീ വിഷമിക്കാതെ. എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. തനിക്ക് ഞാൻ കാണിച്ചു തരാടോ. ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ ദേശത്തെ ഒരു പ്രശസ്തമായ ചായക്കട. ഇവിടെയാണെങ്കിൽ ഞാൻ ഒരു മുട്ട പപ്സ് ചോദിച്ചിട്ട് എനിക്ക് തന്നില്ല. ഫ്രണ്ടിൽ വെട്ടച്ച അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് മുട്ട പപ്സ് കിട്ടുമെന്ന്. ഇവിടുത്തെ ചായയാണെങ്കിലോ ഒരു ഗുണവുമില്ല. കസ്റ്റമറിൻ്റെ അടുത്ത് പെരുമാറുന്നത് ഒരു മര്യാദയില്ലാതെ. കട ആരും ഗൈസ് വരരുത്. എൻ്റെ യൂട്യൂബ് ചാനലിൽ 1,00,000 ഫോളോവേഴ്സ് ഉണ്ട്. നിങ്ങൾ എനിക്കിപ്പോൾ മുട്ട പപ്സ് തന്നില്ലെങ്കിൽ ഈ വീഡിയോ ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്യും. പണി പാളിയോ? നിക്കി സാർ, ഇപ്പം തന്നെ ഞാൻ മുട്ട പപ്സ് ഉണ്ടായിക്കൊണ്ടുവരാം. തങ്കണ്ണ, നിങ്ങൾക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ലല്ലോ. അത് ഞാൻ ഒരു ബുദ്ധി ഇറക്കിയതല്ലേ ഓമനെ. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഓ, എൻ്റെ തങ്കണ്ണ സൂപ്പർ.